കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിന് സമീപം ദൂരത്തും ചാരത്തുമായി ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്ന അനേകർ പലവിധമായ പ്രയാസത്തിലും ദുഃഖത്തിലുമായിരിക്കുന്നു. വലിയ വലിയ മാരക രോഗങ്ങൾക്ക് അടിമയായിരിക്കുന്നവരുണ്ട്, ചെറിയ ചെറിയ രോഗങ്ങളുള്ളവരുണ്ട്, പെട്ടെന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന അറ്റാക്കുകളുണ്ടായിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇന്ന് അനേകം ഈ ഹോസ്പിറ്റലിലേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ആർക്കെങ്കിലും 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളെയും കുറിച്ച് ചിന്തിക്കാറുണ്ടോ? മരിച്ചവരെ ഉയർപ്പിച്ച യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നത് കൊണ്ട്, ഇന്നും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം നമ്മുടെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം അപേക്ഷിച്ചാൽ നമുക്കത് ലഭിക്കും. ഇന്നും അത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ഹോസ്പിറ്റലുകൾ മാറി മാറി ചികിത്സിച്ചിട്ടും മാറാ രോഗങ്ങൾക്ക് ഒരു വിടുതലും കിട്ടാതെ അവർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് അതിന്റെ മാന്യത ഉണ്ടെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. വിശ്വസിക്കുന്നവർക്ക് അതിന്റെ മാന്യതയുണ്ട്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ഇന്നും ഞങ്ങൾ അത് അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മെഡിക്കൽ ശാസ്ത്രത്തിനും കഴിയാത്തത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ എളിയവനെയും എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ 23 വർഷമായിട്ട് ഒരു ഡോക്ടറുമായിട്ട് ബന്ധമില്ലാതെ, ഒരു ഗുളിക പോലും കഴിക്കാതെ, ഒരു തൈലം പോലും ശരീരത്തിൽ വെക്കാതെ ഇന്ന് വിശ്വാസത്താൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് എത്രയോ വ്യക്തികൾ നിരാശരാണ്. അവരെല്ലാം ഭാരപ്പെടുകയാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടും ഒരു മാറ്റവും കാണാതെ അത്യാസന്നതിയിൽ കിടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ വ്യക്തമായി നിങ്ങൾ പറയുന്നു, വിശ്വസിച്ചാൽ വിടുതലുണ്ട്. അവിടെ ഏത് മാരക രോഗവും അവിടെ നോക്കാറില്ല. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹോസ്പിറ്റലിലെ ചെലവിന് വേണ്ടി സ്ഥലം വിറ്റ് ചികിത്സിക്കുന്നവരുണ്ട്, ലോണെടുത്ത് ചികിത്സിക്കുന്നവരുണ്ട്, നാടൊരുപോലെ ആ വിഷയത്തിന് വേണ്ടി സഹായഹസ്തവുമായി നടക്കുന്നവരുണ്ട്. എന്നാൽ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നിങ്ങളുടെ രോഗങ്ങൾ എത്ര വലുതാണെങ്കിലും യേശു ക്രിസ്തുവിന് കഴിയാത്തൊരു കാര്യവുമില്ല. വിശ്വസിച്ചാൽ ഈ അടയാളങ്ങൾ നടക്കും. വളരെ ആത്മാർത്ഥത്തോട് പറയുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പറയുകയാണ്, ഇന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവിടെ തളർവാദ രോഗമോ, അവിടെ ക്യാൻസറോ, അവിടെ മഞ്ഞപ്പിത്തമോ, അവിടെ മാരക രോഗങ്ങളോ ഒന്നും പ്രശ്നമല്ല. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്നിരിക്കുകയാണ്. പാപം മൂലമാണ് രോഗമുണ്ടാവുന്നത്, രോഗം മൂലമാണ് മരണമുണ്ടാകുന്നത്. രോഗമില്ലാതെ ഒരു വ്യക്തിയും മരിക്കുന്നില്ല. എന്നാൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്ന കർത്താവായ യേശു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ചൊരിഞ്ഞത് നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്നവനാണ് യേശു. ആ നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്നെങ്കിൽ, നമ്മുടെ പാപം ക്ഷമിച്ചെങ്കിൽ, നമ്മുടെ രോഗവും യേശു വഹിക്കുകയാണ്. നമ്മുടെ രോഗത്തിനൊന്നും ഒരു കാരണവശാലും നമ്മൾ ബുദ്ധിമുട്ടണ്ട, പ്രയാസപ്പെടണ്ട. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ ഏത് രോഗവും മാറും.
രണ്ട് സഹോദരിമാർക്ക് കൂടി ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരന്റെ പേര് ലാസർ എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ അവിടെ കാണാം. ആ രണ്ട് സഹോദരിമാർ കൂടി ഏറ്റവും ഒന്നേലൊന്ന് ഒരു സഹോദരനായ ലാസർ ആ ദീനമായി കിടന്നു. ആ ലാസർ മരിച്ചു. 4 ദിവസം കഴിഞ്ഞാണ് യേശു ആ വീട്ടിൽ ചെല്ലുന്നത്. എന്നാൽ ആ രണ്ട് സഹോദരിമാരുടെയും ദുഃഖവും പ്രയാസവും സങ്കടവും കണ്ടിട്ട് യേശു ചോദിച്ചു, എവിടെയാണ് ലാസറിനെ അടക്കിയത്? അപ്പോൾ ആ മൂത്ത സഹോദരി മാർത്ത പറയുകയാണ്, കർത്താവേ, 4 ദിവസമായി നാറ്റം വെച്ചു, അങ്ങോട്ട് പോകണ്ട എന്ന് പറയുമ്പോൾ യേശു പറയാണ്, എവിടെ ലാസർ? ആ ലാസറിനെ കാണുവാൻ യേശു കടന്നു ചെന്നു. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി എഴുന്നേറ്റ് വരികയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ രോഗത്തിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഞാൻ ഒരു 13 വർഷം മരുന്ന് കഴിച്ച ഒരാളാണ്. പ്രിയപ്പെട്ടവരെ, ആ മരുന്നൊന്നും എന്നെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ആ ഡോക്ടർ എന്നോട് അവസാനം പറഞ്ഞത് ഇത് മരിച്ചാൽ മാറും, മരിക്കുന്നവരെയും ഈ രോഗം നിങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ അദ്ദേഹം കുറിച്ചു തന്ന ആ ചീട്ട് ഞാൻ വലിച്ചു കീറിട്ട് അന്ന് ഞാൻ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഇനി എനിക്ക് ഈ മരുന്ന് കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നീ എന്റെ ഈ രോഗത്തിന് എനിക്കൊരു ആശ്വാസം കിട്ടണമെന്ന് പറഞ്ഞു. അന്നു മുതൽ ഇന്ന് വരെ 23 വർഷമായിട്ട് പിന്നെ ആ രോഗത്തിന് ഒരു മരുന്നും കഴിക്കേണ്ടി വന്നിട്ടില്ല. ഇന്നും ഞാൻ ജീവിക്കുന്നു. ഡോക്ടർ പറഞ്ഞു നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു മരുന്ന് കഴിച്ചില്ലെങ്കിൽ. പക്ഷേ ഇന്നും 23ാമത്തെ വർഷം ഇന്നും ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വിളിച്ചു പറയുവാൻ എന്റെ കർത്താവായ യേശു എന്നെ രക്ഷിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അതിന്റെ ആ മാന്യത കൊണ്ട് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടണ്ട. യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. കർത്താവിന്റെ ഈ ശബ്ദവരുതിക്കുള്ളിൽ എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളെ എല്ലാവരെയും ഞാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം, അല്പസമയം നിങ്ങൾ എന്റെ ഈ വാക്ക് കേട്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും ഈ ഭണ്ഡാരം മെഡിക്കൽ കോളേജിൽ ആയിരിക്കുന്ന എല്ലാ രോഗികളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സൗഖ്യം പ്രാപിച്ചു വരട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും ദൈവത്തിന്റെ നാമത്തിൽ സ്തോത്രം പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.